രാവിലെ അല്ല കേട്ടോ, 10 മണി ആയിക്കപ്പോഴത്തേക്ക് ഒരു സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ തന്നെ കിളയാണെന്ന് തോന്നുന്നു. അവിടെ വന്ന് നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി പിന്നെയും കിടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ 10 മണിയായി. കണ്ടു കിട്ടി അതേ പോന്നു. ഇവിടുന്ന് നേരെ ആ ചെറിയ വഴിക്ക് അവിടെ കയറിപ്പോയ. അവിടെ എങ്ങനെ ഉണ്ടാവുമെന്നൊരു പിടുത്തവും ഇല്ല. കറക്റ്റ് വീതി അങ്ങോട്ട് കയറി പോകും. സൈറ്റിൽ ചെന്നിട്ട് നോക്കാം. ഓക്കെ, ഈ സൈറ്റാട്ടോ. നേരത്തെ കന്നാര നട്ടാ. ഇതെല്ലാം പറിച്ച് കുഴിച്ച് മൂടാനായിരിക്കണം. ഇന്ന് തീരുവല്ല, നല്ല കട്ട വെയിലുവാ. നമ്മളിപ്പോ നേരിൽ കണ്ട് പറയാനല്ലേ. ഞാനിപ്പോ കഴിവും വരുന്നില്ലായിരുന്നു, ലോങ് വീഡിയോ ഇടുന്നില്ല. ലോങ് വീഡിയോ ഞാൻ നേരത്തെ പണികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പറയുന്നത് കേൾക്കാൻ തരത്തില്ലേ. വണ്ടിയുടെ സൈഡിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. പണി നടക്കും, നമ്മുടെ കാര്യങ്ങളും നടക്കും. അങ്ങനെ ഇവിടെ വന്ന് പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ കിളക്കൊന്നും വേണ്ട. ഇതെല്ലാം ഒന്ന് വലിച്ചു കുഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്താൽ മാത്രം മതി. ഇത് 2 പ്രാവശ്യം കിളച്ചിട്ടാണ്ടാവും. നല്ല വെയിലാ, കട്ട വെയിലടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം പണി തുടങ്ങുകയാണെങ്കിൽ രാവിലെ തുടങ്ങണം. രാവിലെ തുടങ്ങിയത് ഒരു രസമുള്ളൂ. ഈ 10 മണിയാകുമ്പോൾ നട്ടുച്ച വെയിലടിക്കുന്ന സമയത്ത് പണി തുടങ്ങി കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ചൂടായിട്ടിരിക്കും. രാവിലെ വന്നാൽ മഞ്ഞത്ത് വന്ന് തുടങ്ങുകയാണെങ്കിൽ എന്നെ സുഖമാണെന്ന് അറിയാം. പിന്നെ ചെയ്യാൻ ആള് വരുന്നത് എന്താ വെച്ചാൽ ജയിപ്പിക്കാൻ പറ്റുന്നത്. ഇത് 2-3 ദിവസമായിട്ട് മാറ്റി വെച്ച പണിയാ. കുറച്ചേ ഉള്ളൂ, ഇന്ന് തീരും. ഇന്നലെ വരാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി തീർന്നില്ല. ഇന്നലെ ഇച്ചിരി തടിയേറ്റും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നേരെ അങ്ങ് പോയി. അത് കാരണം ഇന്നലെ ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് 10 മണിയാകുമ്പോൾ വന്നേക്കാൻ പറഞ്ഞു. 10 മണിയായപ്പോൾ ഇവിടെ വരികയും ചെയ്തു. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ അല്ലേ വരുന്നത്. ഇനി കുറേ ദിവസത്തേന് ഇനി വർക്കൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ക്രിസ്മസ് ആയി, അതായി ന്യൂ ഇയർ ആയി, 3-4 ദിവസത്തെ കാര്യം തീരുമാനമായി. ഇന്നലെ വർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ മൊത്തം വെയിറ്റിംഗ് വർക്കായിരുന്നു. വെറുതെ പോയി നോക്കി നിൽക്കുക. വൈകുന്നേരം വരെ ആയല്ല പണി വന്നു. അതിന് ഇന്ന് മണിക്കൂറൊന്നും ഇല്ലാണ്ട് കിട്ടിയില്ല. കുറേ നേരം നോക്കിയിരുന്നു. ഒരു 3-4 മണിക്കൂർ രാവിലെ പോയിട്ട് വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നു. അതാണ് ഇന്നലെ വലിയ കാര്യമായിട്ട് പണിതില്ല. ഇന്നിപ്പം 10 മണിക്കല്ലേ തുടങ്ങി. വീഡിയോ എടുത്ത് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇളകിടക്കുന്നുണ്ട്. റിവേഴ്സ് അധികം ചേർത്തില്ല. മണ്ണിള 30 ഇളക്കിടക്കാണ്. അതുകൊണ്ട് ഗിയറിട്ട് പതുക്കെ കയറി പോകാൻ പറ്റില്ല. സൈറ്റിലെ ആള് വന്ന് കാണിച്ചിട്ട് പുള്ളി പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നേക്കാന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ മരുന്ന് വെച്ച് കച്ചിട്ടേക്കുന്നുണ്ട്. പിന്നെ വലിയ റിസ്ക് ഇല്ല കേട്ടോ. വലിയ കുഴി എടുക്കൊന്നും വേണം. ചെറിയ കുഴി എടുത്തേക്ക് മൂടിയാൽ മതി. ഇത് നല്ലപോലെ മൂടിയിട്ട് ഇടിച്ചുറപ്പിച്ചിട്ടൊക്കെ മതി. കിളക്കുകയും വേണ്ട. ഇന്നത്തെ പണി നൈസ് പണിയാ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടോ. സൗണ്ട് തീരെ കുറവായിരിക്കും. മൈക്കൊന്നും ഇടാതാണ് പറയുന്നത്. തൊണ്ട നിങ്ങളൊക്കെ അതിനുള്ള ആവശ്യമുള്ള ഉണ്ടായിരുന്നാൽ പോലെയൊന്ന് ചെറിയൊരു കുന്നായി പോവാം. താഴെ കുറച്ച് പോയാലും കിടത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഞാനിപ്പോ ഇതാ അവിടുന്ന് ഇത്രയും ഭാഗം കിളച്ച് കയറി പോകുന്നു കേട്ടോ. പടപടയെന്ന് നീക്കമുണ്ട്. എന്നാ വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം കുഴിച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി തട്ട് ലെവൽ ചെയ്യുന്നു. അതുകൊണ്ട് പണിക്ക് നീക്കമുണ്ട്. അതിലെത്താറായി. 20 സെന്റ് സ്ഥലമുള്ളത്. അതുകൊണ്ട് പിന്നെ പടപടയെന്ന് പരിപാടി തീരും. ഇതൊന്ന് വലിച്ചു കൂട്ടി കുഴിച്ചിടുന്ന താമസമുള്ളൂ. കുഴിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ കിളക്കണ്ടല്ലോ. അത് കാരണം പെട്ടെന്ന് തീരും. ഒരുമാതിരി ഒരു കുഴിയും കെടുക്കും. ഇപ്പം മണ്ണിന് വലിയ കുഴപ്പമില്ലാത്ത മണ്ണാന്ന് തോന്നുന്നു. താഴുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഒരുമാതിരി ഒരു 3-4 അടി ഇവിടെ ഇത്തിരി കട്ട കേട്ടോ. പറഞ്ഞു തരുന്നതിന് പിന്നെ കല്ലായി.
കല്ലല്ല വെട്ടുകല്ല്. താഴ്ന്ന ഭാഗം നോക്കി അങ്ങ് അല്ല കുഴിച്ചിടാം. ഉള്ളത് ബാക്കി സൈഡിലേക്ക് തട്ടിയിടാം. എന്നിട്ട് നല്ല സ്ഥലം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് അങ്ങ് കുഴിച്ചു കൂടി ലെവൽ ചെയ്താ ആ ഭാഗം ക്ലിയർ ആവൂല. അതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കത്തുള്ളൂ. ആ ഭാഗം കഴിഞ്ഞ് ഇനി താഴോട്ട് പോവാ. താഴെ ഇപ്പൊ അത്യാവശ്യം നല്ല ചെരുവാണ് കാണിച്ചത്. ഇവിടെ ഒരു ചെരുവ് സ്ഥലമാ. അങ്ങ് താഴെ പോയ റോഡിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് വരാം. അപ്പൊ മോൾ സൈഡ് വേണം കിളച്ചിറങ്ങി പോരാം. പക്ഷെ പുള്ളി വന്നാൽ അതിന് കയറ് എടുത്തരാന്ന് പറഞ്ഞായിരുന്നു. അന്നേരം പിന്നെ നമ്മളത് ചെയ്യുന്ന ശരിയല്ലല്ലോ. പിന്നെ അതിനെങ്ങാനും കയറിപ്പോയാൽ പിന്നെ അതിന് സമാധാനം പറയണം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. ഈ താഴെ അങ്ങ് തീർത്തിറങ്ങി പോരുവാണല്ലേ സൈറ്റിലെ ചേട്ടൻ വരുമ്പോഴത്തേക്ക് അതിന് കാണിച്ചു തരും. അന്നേരം അതുകൂടെ കളച്ചു വിടാം ആ കൂട്ടത്തിൽ. ഇതെല്ലാം ഒന്ന് വലിച്ചു കൂട്ടട്ടെ. ഇപ്പം വലിച്ചു കൂട്ടിയാലും ഒന്ന് മൊത്തത്തിലിത് പറഞ്ഞു പോരത്തില്ല. അവിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിടക്കും. അങ്ങനെ ഒരു നീക്കി ഏകദേശം പണി പകുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് വരുന്ന പോലെ വെട്ടുകല്ല് പോലത്തെ കല്ല. താഴെ നല്ല മണ്ണും. മുകളിലേക്ക് വരുമ്പോഴത്തേര് കുഴിച്ചിടാൻ പാടാ. എന്നാ ചെയ്യുന്ന അറിയത്തില്ല. പുള്ളിയോടെ കിളക്കണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാനിങ്ങനെ പതുക്കെ ഇതെല്ലാം വലിച്ചു കൂട്ടി പതുക്കെ തട്ട് ലെവൽ ചെയ്ത് കയറി പോരുക. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഓട്ടം മൊത്തം കുറവാണോ എന്ന് സംശയമുണ്ട്. നമുക്കങ്ങനെ വലിയ ഓട്ടമൊന്നും കയറി വരുന്നില്ല. വല്ലപ്പോഴും ഇന്നലെയൊക്കെ ഓടിയെന്നല്ലാതെ വലിയ കാര്യമായ തള്ളൊന്നും വരുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബർ മാസമൊക്കെ അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു. നവംബറിൽ നല്ല ഓട്ടം ഉണ്ടായി. ഡിസംബറിൽ ഓട്ടം കുറവായിരുന്നു. ഈ പ്രാവശ്യം നവംബറിൽ ഓട്ടം കുറവായിരുന്നു. ഇപ്പൊ ഡിസംബർ ആയപ്പോൾ ഇപ്പോൾ ചെറിയ പണികളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇലക്ഷനും ആയായിരുന്നു. ഇലക്ഷന്റെ ആ തിരക്കിൽ പണി ഒട്ടുമില്ലായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി പുതിയ പെർമിറ്റൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കൊക്കെ നമുക്കൊരു ഓട്ടം ആയി വരത്തുള്ളൂ. പുതിയ ഭരണമൊക്കെ ഏറ്റെടുത്ത് പുതിയ പെർമിറ്റൊക്കെ കൊടുത്ത് വർക്കൊക്കെ ഒന്ന് ഇനി കയറി വരണം. അല്ലാതെ ഇപ്പോൾ ഓട്ടമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതിലിപ്പം തന്നെ തിരിഞ്ഞു കാര്യം വിട്ടോണ്ടിരിക്കാം. കട്ട വേല പുറത്ത് നമുക്ക് പോലെ സാധനം കിട്ടിയിരുന്നതാണ്. അതുകൊണ്ട് വലിയ വൃത്തിയില്ല. വലിയ ജോലിയൊന്നും അങ്ങോട്ട് കാര്യമായിട്ട് അടിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. പിന്നെ വേറെ സൈറ്റിലൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒന്നാമത് ഡയറക്റ്റ് പണിയൊക്കെ ആയിരിക്കുന്നു. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഇടായിട്ടാണ് പിന്നെ വലിയ ആളും വരുന്നില്ല. ഈ ഓട്ടം കഴിഞ്ഞ് ചെറിയൊരു ഓട്ടം ഇത് തൊട്ടടുത്ത് തന്നെ കിട്ടുന്നുണ്ടല്ലോ. വഴിയോട്ടം കിട്ടുന്നുണ്ട്. അതോടെ കിട്ടുകയാണെങ്കിൽ ഇന്നത്തെയുള്ള ആവുമായിരിക്കും. പിന്നെ ഇത് വന്നപ്പോൾ തന്നെ 10 മണിയായി. കാരണം എന്താണെന്ന് വെച്ചാല് 10 മണിയാകുമ്പോഴേക്കും ആള് വരണം. ആ സമയത്തേക്ക് വന്നാൽ മതിയോ. അതുകൊണ്ട് 10 മണി കഴിഞ്ഞ് 10:10 9:55 ഞാനുണ്ട്. ഡീസലില്ല. ഇന്നലെ ഓട്ടം കഴിഞ്ഞപ്പോൾ ഡീസൽ വെക്കുന്നത്. പിന്നെ ഈ പത്തിന്റെ തൊട്ടടുത്ത പണി. അപ്പൊ ഇവിടുന്ന് അടിക്കാവുന്നവർക്ക് ഇന്നലെ ഡീസൽ അടിച്ചില്ലേ. ആ 9:30 ആയപ്പോൾ ഡീസൽ അടിച്ചു. തൊട്ടാൾക്കാരുടെ പണിയിൽ ഇവിടെ വരികയും ചെയ്തു. ഇപ്പോഴത്തെ 9:00 പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആള് വന്നുള്ളൂ. ആളുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നതോടെ പണി എടുക്കാൻ പറ്റി. ഇന്നലെ പറഞ്ഞാൽ വെയിറ്റിംഗ് നമ്മൾ ഒടുക്കത്തെ വെയിറ്റിംഗ് ആണ്. രാവിലെ വൈകിട്ട് ഇന്നലെ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് 11 മണിയായിരുന്നു. മണിക്കൂറൊന്നും വലിയ കാര്യമായിട്ട് ഇട്ടില്ല. ഒരു വണ്ടി വണ്ടിയാക്കാൻ പോകാം. എന്താ ചെയ്യാനോ ഓരോ ചില ദിവസം ഇങ്ങനത്തെ പണി കിട്ടും. ചില ദിവസം തന്നെ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച 2 മണി അങ്ങനത്തെ പണി.
പോയിട്ട് പരിപാടി നടക്കുന്നില്ല. നമ്മളെ ഒരു ദിവസം പോവുകയും ചെയ്യും. 2 മണി 3 മണി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. രാവിലെ കിട്ടുന്ന പണിയാണെങ്കിലും നമുക്ക് വൈകുന്നേരം വരെ പണിയാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു 1:30 ആകുമ്പോൾ തീരുമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ പണ്ട് ഇവിടെ കുഴിച്ചുമൂടി മുടിയാക്കിയിട്ടപ്പോ വീട്ടിൽ കൂടുക എല്ലാവരല്ല. നമ്മള് നേരത്തെ കണ്ടിട്ട് കുറേ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1 മാസം മേളിലായിട്ടുണ്ട്. 1 മാസം മേളിലായിട്ട് ഞാൻ ലൈവും വരുമ്പോൾ വരാറില്ല. അതുമല്ല ഗവൺമെന്റൊന്നും എടുക്കാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇടാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. നല്ല വെയിലാണ്. നല്ല വിശക്കാൻ തുടങ്ങും. രാവിലെ ഒന്നും കഴിക്കില്ല. 10 മണിയാവും. ഞാൻ പിന്നെ കഴിക്കാനും പറ്റില്ല. ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് ചോറുണ്ടാവും. പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം വെയിറ്റിംഗ് ആണ്. 1 മണിക്കൂർ കിട്ടില്ല. 3-4 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. 2-3 തട്ടുണ്ടായിരുന്നു. അടിസ്ഥാനത്ത് പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ വെറുതെ എടുത്തിരിക്കാനാണ് പറയുന്നത്. തടിയേക്കാൻ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യും. നമ്മളോട് നോക്കിക്കണം. ഒരു ചിക്കപ്പിലൊക്കെ കയറ്റാണോ ഉൾപ്പെടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പോയി തട്ടിയിട്ട് വരുന്ന പോലെ നോക്കിയിരിക്കും. അതായത് ഇന്നലെ എങ്ങനെ പോയി. ഇനിയിപ്പോൾ അടുത്ത മാസം കിട്ടുമെന്നില്ലായിരുന്നു. ആയി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഒരു 3-4 ദിവസം അങ്ങനെ ഓട്ടോ ഉണ്ടാവും. ഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പാതെ പറയും മഴയില്ല. മഴയാണ് മഴയാണെന്ന് പറയാം. മഴയില്ല, ഓട്ടോ കുറവ്. വണ്ടി ഇരിക്കാൻ കുടുംബം എങ്ങനെ വെച്ചാലേ അങ്ങനെ ഇവിടുത്തെ പണി ഏകദേശം 10-15 കഴിഞ്ഞു കേട്ടോ. തീരാറായി. നല്ല കട്ട വെയിൽ അടിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു കുറച്ച് പാടെ തീർന്നു കഴിഞ്ഞാൽ ഈ സൈഡ് അങ്ങ് തീരും കേട്ടോ. ഈ അതില് ഇനി അപ്പുറം ഒരു വഴിയുടെ സൈഡോടെ കിടക്കാനുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ പരിപാടി ഇവിടുത്തെ ഫിനിഷ് ചെയ്യുക. 1 മണി ആകുമ്പോഴത്തേക്ക് വേറെ വർക്കിന് പോകാൻ പറ്റുമെങ്കിൽ പോകണം. ഞാൻ തീർക്കാവോ നടക്കല്ല. തീരുമാനിക്കുന്നു പ്രതീക്ഷിക്കുന്നു. 12:30 കഴിഞ്ഞു. 12:30 കഴിഞ്ഞു. ഇങ്ങനെ തട്ടി ലെവൽ ചെയ്താൽ മതി. കിടക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വേറെ ഒന്നും നടന്നില്ല. ഈ കണ്ണാതെ മാത്രമേ നടന്നുള്ളൂ. മൊത്തം ഇളകി കിടക്കുന്ന മണ്ണാണ്. ഒരു വലിയ റിസ്ക്കുള്ള ഏറിയൊന്നുമല്ല. മൊത്തത്തിൽ ഈ മണ്ണ് നല്ല രീതിയിൽ ഇളകി കിടക്കുക. അങ്ങനെ ഇവിടുത്തെ കിള കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത സൈറ്റിലേക്ക് പോവുക. അടുത്ത സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാവേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങും താമസമേ ഉള്ളൂ. ഈ തൊട്ട് പേളിൽ കുറച്ച് വഴി ഒന്ന് ചാലാക്കണമെന്ന് പറഞ്ഞു. അതോടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ പോയി വല്ല ഭക്ഷണം കഴിക്കാനും പോയിട്ടില്ല. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ കംപ്ലീറ്റ് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും പോകരുത്.